ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് സിദ്ധാർത്ഥൻ്റെയും ദേവികയുടെയും പിടിപ്പുകേടാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭാവതി കുറ്റം ആരോപിക്കുമ്പോൾ നന്ദൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം താനാണ്, മുഖ്യമന്ത്രിയെ കാണാൻ പറ്റാതെ മടങ്ങേണ്ടി വന്നതിൻ്റെയും ഉത്തരവാദി താനാണ്, ആ പ്ലാന്റിന് അനുമതി കൊടുത്തതുൾപ്പെടെ എന്തുമാത്രം തെറ്റുകളാണ് താൻ മോളെ കൊണ്ട് ചെയ്യിച്ചത്, എല്ലാം കഴിഞ്ഞ് കുറ്റം ഞങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ നോക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സിദ്ധു പ്രഭാവതിയുടെ നേരെ ഷൗട്ട് ചെയ്യുന്നു. വേണ്ട അച്ഛ എന്ന് ദേവിക പറയുമ്പോൾ, കുറേ ദിവസമായില്ലേ മോളെ, ക്ഷമിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഇല്ലേ, താൻ 2 വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമോ 4 വിരൽ തൻ്റെ നേരെ തന്നെയാണ് ചൂണ്ടുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, താനൊന്ന് സ്വയം ചിന്തിച്ചു നോക്കാനും സിദ്ധു പറയുന്നു. അങ്ങനെ സിദ്ധാർത്ഥ പോയതിന് ശേഷം പ്രഭയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ദേവികയോട്, ഇനി നിൻ്റെ വക എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, നീ ഈ കുടുംബത്തിലേക്ക് കാലുവെച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ കുടുംബത്തിൻ്റെ താളപ്പിഴകൾ, ഇപ്പോൾ എൻ്റെ സ്വന്തം മോനെയും എനിക്ക് നഷ്ടമായി, വല്ലാത്തൊരു ജന്മം തന്നെയാണ് നിൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയെ കുത്തി നോവിക്കുകയാണ് കേട്ടോ പ്രഭാവതി. പിന്നീട് നന്ദൻ്റെ അടുത്തേക്ക് കുറച്ച് പാക്കറ്റ്സൊക്കെ ആയിട്ട് പ്രകാശും ഗുണ്ടകളും വരുന്നു. തുടർന്ന് ഇതൊന്ന് നോക്ക് നന്ദ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് ആ നന്ദൻ്റെ നേരെ ആ പാക്കറ്റ്സ് നീട്ടുമ്പോൾ, എനിക്കിതൊന്നും അറിയണ്ട, എന്നെ ഒന്ന് മോചിപ്പിച്ചാൽ മതി എന്ന് നന്ദൻ പറയുന്നതും, നീ എന്താ നന്ദ ഈ പറയുന്നത്, അതിന് നിന്നെ ഇവിടെ ആരെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്, നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന് ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രകാശ്. തുടർന്ന് മുമ്പ് ഞാൻ കുറച്ച് കുഴപ്പക്കാരനായിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാം കൊണ്ട് നല്ല മനുഷ്യനാണ്, ജയിൽ എന്നെ മാറ്റി, എല്ലാം നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും പറയുന്നു. തുടർന്ന് ഇതിൽ കുറച്ച് ഡ്രസ്സാണെന്നൊക്കെ പറയുമ്പോൾ, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുകയാണ് നന്ദൻ. നമ്മൾ ജീവിതം ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ ആ ഡ്രസ്സ് വീണ്ടും നന്ദനെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് തട്ടി മാറ്റുകയാണ് നന്ദൻ. നന്ദൻ എൻ്റെ ഗസ്റ്റാണ്, എൻ്റെ ഗസ്റ്റ് ഒരേ ഡ്രസ്സ് തന്നെ ധരിച്ച് എന്നും കഴിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ പ്രകാശൻ. എന്തിലും നന്ദനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. തുടർന്ന് എന്നെ എന്നാണ് ഇവിടെ നിന്ന് മോചിപ്പിക്കാൻ പോകുന്നത് എന്നെല്ലാം നന്ദൻ ചോദിക്കുമ്പോൾ, അത്ര കൂടുതൽ ദിവസമൊന്നുമില്ല, ഒരു 2-3 മാസം എന്ന് പ്രകാശം പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നന്ദൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും ഗുണ്ടകൾ നന്ദനെ പിടിച്ചു നിർത്തി തല്ലുന്നുണ്ട്. ഇതേ സമയം എന്താ സനലേ നീ കാണിക്കുന്നത്, നന്ദനെ വിടാൻ പറയുന്നുണ്ട് കേട്ടോ പ്രകാശ്. തുടർന്ന് നൻ്റെ ദേഹത്ത് തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം എന്നൊന്ന് ചോദിച്ചുകൊണ്ട് പ്രകാശ് സനൽ എന്ന ഗുണ്ടയെ അടിക്കുന്നു. നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇവരെങ്ങനെ ചെയ്തത് എന്നെല്ലാം പ്രകാശ് പറയുമ്പോൾ, എനിക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം, ദേവിയെ കാണണം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും കണ്ട് തിരിച്ചു വരാം എന്നെല്ലാം നന്ദൻ പറയുന്നുണ്ടെങ്കിലും 2 സെക്കൻഡ് പോലും ഇവിടെ നിന്ന് നീ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. നിന്നെ വീക്ഷിക്കുന്ന ചാരക്കണ്ണുകൾ ചുറ്റിലുമുണ്ട്, നിൻ്റെ തലവെട്ടം കണ്ടാൽ തന്നെ കൊലയാളികൾ അവർക്ക് അതിൻ്റെ സൂചനയെല്ലാം കിട്ടും, അതോടുകൂടി നീ തീർന്നു. നീ കരുതുന്നത് പോലെ അത്ര നിസ്സാരക്കാരൊന്നും അല്ല നിൻ്റെ ശത്രുക്കൾ, തൽക്കാലം നീ ഒളിഞ്ഞിരിക്കണം, നിൻ്റെ ജീവന് ഭീഷണിയൊക്കെ അകന്നു എന്ന് എനിക്ക് മനസ്സിലായ ദിവസം നിന്നെ ഞാൻ പുറത്തുവിടും, നിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് ഞാനിതൊക്കെ പറയുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രകാശ് നന്ദനെ അവിടെ പിടിച്ചു വരിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കണം, നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടും, ഡ്രസ്സ് ഇട്ട് നോക്കണം, അളവ് ശരിയല്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാം എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പ്രകാശ്. തുടർന്ന് ഗുണ്ടകളായിട്ട് അവനെ ഒരു കാരണവശാലും പുറത്തു വിടാൻ അനുവദിക്കരുതെന്നും അവനെ സൂക്ഷിക്കണം എന്നെല്ലാം ഗുണ്ടകൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കേൾക്കുന്നതോടുകൂടി തന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ നന്ദൻ. പിന്നീട് ഇസബെല്ലയാണെങ്കിൽ തൻ്റെ മനസ്സിലെ തോന്നലുകളെക്കുറിച്ചെല്ലാം കെവിനോട് പറയുന്നു. അതായത് നമുക്കെതിരെ എന്തോ ഒരു പണി വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നതെന്നും, മാത്രമല്ല ഇപ്പോൾ നന്ദനെയും ഋഷിയെയും കാണാനില്ല, അരുന്ധതി മേഡത്തിനോട് നമ്മൾ ഉത്തരം പറയേണ്ട അവസ്ഥയായി, ഇനിയിപ്പോൾ ഇതിന് പിന്നിൽ അരുന്ധതി മേഡം തന്നെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് കെവിൻ. ആരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, അവരുടെ കമ്പനി തകർക്കാനായിട്ട് പല വമ്പന്മാർ വന്നിട്ടും എന്തായി, മാത്രമല്ല തൂക്കുമായിട്ടല്ലേ അവർ നടക്കുന്നത്, അവരെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നെല്ലാം ഇസബെല്ല ഉറപ്പിച്ച് പറയുമ്പോൾ, പണ്ട് അവരങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ പോയെന്നെല്ലാം കെവിൻ പറയുന്നുണ്ടെങ്കിലും ഇസബെല്ലയ്ക്കാണെങ്കിൽ അരുന്ധതിയെക്കുറിച്ചുള്ള ഒരു സംശയം വിട്ടുമാറുന്നില്ല. ഋഷിയെ നമ്മളാണ് കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, അതൊക്കെ വെച്ച് നമ്മളെ കുടുക്കാൻ വേണ്ടി അവരെന്തെങ്കിലും നാടകം നടത്തുന്നതാണോ എന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ, ഇതിന് പിന്നിൽ നമുക്ക് ആർക്കും അറിയാത്ത വേറൊരാളുണ്ടെന്ന് തന്നെയാണ് തൻ്റെ തോന്നലെന്ന് പറയുന്നുണ്ട് കേട്ടോ കെവിൻ. നന്ദനോ ഋഷിക്കോ നമുക്കാർക്കോ ബന്ധമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഋഷി സ്വയം ഒരു പ്ലാൻ വർക്കൗട്ട് ആക്കുന്നു, ഇനി ഒരു പക്ഷേ ഋഷി തന്നെയായിരിക്കുമോ നന്ദനെ മാറ്റിയത്, അതോ മറഞ്ഞിരുന്നു കൊണ്ട് നന്ദൻ എല്ലാവരോടും പകരം വീട്ടുന്നതാണോ എന്നുള്ളൊരു സംശയങ്ങൾ ഇസബെല്ലയുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട്.
തുടർന്ന് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് എല്ലാം നമുക്ക് അനുകൂലമായിരുന്നു. പക്ഷേ പിന്നെ ഒരു ഘട്ടം വന്നപ്പോൾ എല്ലാം പാളി. ഇപ്പം നമുക്ക് ചുറ്റും നമ്മളറിയാത്ത ശത്രുക്കളാണുള്ളത്. അരുന്ധതി മേഡം അന്ന് പറഞ്ഞതല്ലേ എല്ലാം തുറന്നു പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നെന്ന്. അത് ചെയ്താൽ മതിയായിരുന്നു എന്നെല്ലാം കെവിൻ പറയുന്നത് കേട്ട് ദേഷ്യം വരികയാണ് കേട്ടോ ഇസബെല്ലയ്ക്ക്. നീ ചെന്ന് എല്ലാം തുറന്നു പറ, എന്നിട്ട് സ്വയം തടി രക്ഷിക്കുക. പക്ഷേ ഞാനൊന്നും പകുതിക്ക് വെച്ച് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ നീ ഒന്ന് അടങ്ങുമല്ല, എന്തിനും ഏതിനും ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ടെന്ന് കെവിനും പറയുന്നു. ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതിൽ പിടിച്ച് മുന്നോട്ട് പോകാമായിരുന്നു. ഇനി അവനെങ്ങാനും ജീവഹാനി എന്തെങ്കിലും സംഭവിച്ചു കാണൂ എന്നും ഇസബെല്ല സംശയം പറയുമ്പോൾ ഋഷിയും നന്ദനും എവിടെയുണ്ട്? ഇതിൽ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റാളെ കണ്ടെത്താൻ എളുപ്പമാണെന്നും കെവിൻ പറയുന്നുണ്ട് കേട്ടോ ഇസബെല്ലയോട്. പിന്നീട് MLA ആയിരുന്നിട്ട് കൂടി നന്ദൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ദേവിക ഒന്നും ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭാർഗവി കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മുരളിയേട്ടന് നന്നായിട്ട് അറിയാം, മുരളിയേട്ടനോട് ചോദിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ദേവിക. വീണ്ടും ഭാർഗവി ദേവികയെ തന്നെ കുറ്റം പറയുമ്പോൾ അമ്മയുടെ വക കേട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്, എല്ലാം കണ്ടും കേട്ടും ഞാൻ ക്ഷമിക്കുന്നത് മകനെ കാണാത്ത ഒരമ്മയുടെ മുഖം ഓർത്തിട്ട് മാത്രമാണെന്നും ദേവിക പറയുന്നു. തുടർന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണവും പുരോഗതിയും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, മോളൊരു MLA അല്ലേ എന്നെല്ലാം ഭാർഗവി വീണ്ടും ദേവികയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയുമ്പോൾ അത്രയ്ക്ക് വലിയ ചൊറിച്ചിലാണെങ്കിൽ ആൻറ്റി അച്ഛനോട് ചെന്ന് ഇതെല്ലാം ചോദിക്കുക. പക്ഷേ ആൻറ്റിക്ക് അത് കഴിയില്ല, കാരണം അച്ഛനെ ആൻറ്റിക്ക് പേടിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭാർഗവിയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ ദേവിക. തുടർന്ന് വീണ്ടും നന്ദനെ കാണാത്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിനക്കാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭാർഗവി കുറ്റപ്പെടുത്തുമ്പോൾ അതിന് നല്ല മറുപടി തന്നെ ദേവിക കൊടുക്കുന്നു. ഇതേ സമയം പ്രഭാവതി വന്നിട്ട് നിർത്ത്, നന്ദനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാവതി വരുന്നു. പോലീസിനെയും മുഖ്യമന്ത്രിയെയൊക്കെ കാണാൻ പോയിട്ട് എന്തായി? തിരികെ വന്ന് പോലീസ് ഉഴപ്പുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ മന്ത്രി സഹായിച്ചില്ല എന്നെല്ലാം പറയുന്നു. നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാതെ വേറെ വഴിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭാവതിയും വീണ്ടും ദേവികയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മനസ്സിൽ എന്താണ് എന്നൊന്നും തെളിയിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേവിക കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ശേഷം മരിച്ചതിന് തുല്യമാണ് എൻ്റെ ജീവിതം എന്നും ചുറ്റിലും നടക്കുന്നത് എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭാവതി കരയുന്നു. ഇനി ദേവിക മനഃപൂർവ്വം കേസ് ഉഴപ്പുന്നതായിരിക്കുമോ? ഇസബെല്ലയ്ക്ക് നന്ദൻമോൻ്റെ കാര്യത്തിൽ ദേവിക പിണങ്ങി നിൽക്കുകയായിരുന്നല്ലോ എന്നെല്ലാം ഭാർഗവി ഇങ്ങനെ സംശയം പറയുമ്പോൾ അത് ശരിയല്ലെന്നും ദേവിക്ക് നന്ദനെ കാണാത്തതിൽ നല്ല വിഷമമുണ്ടെന്നാണ് പ്രഭാവതി പറയുന്നത്. ഏതായാലും രാധികയൊന്ന് വിളിക്കണമെന്നും മാത്രമല്ല ദേവിക്ക് നന്ദൻ മോനോട് എന്തെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ അത് അറിയാൻ സാധിക്കുമെന്നും ദേവികയോട് അന്വേഷണം ശക്തമാണെന്ന് ആക്കണമെന്ന് പറയിപ്പിക്കാനൊക്കെ ഭാർഗവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രഭാവതിയോട്. എന്തായാലും മുരളി വിളിക്കുന്നതോടുകൂടി തന്നെ പ്രഭാവതി ഭാർഗവയെ നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ഗുണ്ടയാണെങ്കിൽ ഫുഡ് കൊണ്ടുവന്നിട്ട് നീ എന്ത് തന്നാലും കഴിക്കുന്നില്ലല്ലോ, ഇതങ്ങനെ ശരിയാവില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരാളെ തല്ലുന്നുണ്ട്. അത് മറ്റാരുമല്ല ഋഷിയാണ് കേട്ടോ ആ ഗുണ്ട തല്ലുന്നത്. എന്തായാലും ഋഷിയെയും നന്ദനെയും തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് ഒരാൾ തന്നെയാണ്, അത് പ്രകാശൻ തന്നെയാണ്. നന്ദൻ്റെയും ഋഷിയെയും അടുത്തടുത്ത മുറികളിൽ തന്നെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. എല്ലാത്തിനും പിന്നിൽ പ്രകാശിൻ്റെ ഒരു ഗൂഢമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്